ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 28 വാക്യം. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ഭാരിക്കുമോ. കർത്താവ് തൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്ര, ഇതിനു മുൻപ് നമ്മൾ വായിച്ച ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ജെറുസലേമിലേക്കുള്ള യാത്രാ വിവരണം എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം 51 വാക്യത്തിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. അവിടെ പറയുന്നുണ്ട്, തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകുവാൻ മുഖം തിരിച്ചു എന്ന് നമ്മൾ എഴുതി കാണുന്നുണ്ട്. ഈ യാത്രാ വിവരണ വേളയിൽ 9 അധ്യായം 51 വാക്യം മുതൽക്ക് 19 അധ്യായം 27 വാക്യം വരെയുള്ള ഈ 10 അധ്യായങ്ങളിൽ ലൂക്കോസ് സുവിശേഷകൻ യാത്രാ വിവരണം, ക്രിസ്തുവിൻ്റെ യാത്രാ വിവരണം, അത് വളരെ വ്യക്തമായി അതിൽ എഴുതി വച്ചിരിക്കുകയാണ്. യേശു തൻ്റെ മരണം, തൻ്റെ പുനരുത്ഥാനം, തൻ്റെ സ്വർഗാരോഹണം എന്നിവയ്ക്കായി തൻ്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന ഒരു സമയം, അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാദിക്കുകളിലും പോയി തൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു നിയോഗവും ആ ശിഷ്യന്മാർക്ക് ഈ യെരുശലേമിലേക്കുള്ള യാത്രാവേളയിൽ അവൻ കൊടുക്കുകയാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമിലേക്കുള്ള ഈ ഒരു യാത്ര, ആ യാത്രയിൽ അവൻ ദൈവമാണ് എന്ന് അവനെ പിൻചെല്ലുന്ന ഒരു വലിയ ജനക്കൂട്ടം, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അവൻ അവരോട് പറഞ്ഞ പല ഉപമകളും അവൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്നുമൊക്കെ ആ ജനക്കൂട്ടം അത് മനസ്സിലാക്കുകയും വളരെയധികം പേർ അവനെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ നമുക്കറിയാം, ആ യാത്രയിൽ കുറച്ചെങ്കിലും പേർ അവനെ തിരസ്കരിക്കുന്നുമുണ്ട്. ഇന്നും നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ഇടയിലും ഉണ്ടാകാല്ലേ കുറേ പേരെങ്കിലും അവനെ സ്നേഹിക്കുകയും അവനെ ദൈവവുമായി ആരാധിക്കുകയും അവനോട് ചേർന്ന് നടക്കുവാൻ, അവൻ്റെ വിശുദ്ധ ആലയത്തിൽ അവൻ്റെ വിശുദ്ധ ബലികളിൽ പങ്കെടുത്ത് അവനോട് ചേർന്ന് നടക്കുന്ന നല്ല ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലും ഇന്നും ഉണ്ട് അല്ലേ. എന്നാൽ അവനെ തിരസ്കരിച്ച് അവനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ശ്രമിക്കാതെ അവൻ്റെ പഠിപ്പിക്കലുകൾക്ക് മുഖം തിരിച്ച് അവൻ്റെ ആഹ്വാനങ്ങൾ അത് ചെവികൊള്ളുവാൻ തയ്യാറാകാതെ ഇരിക്കുന്ന കുറച്ചെങ്കിലും പേർ നമ്മുടെ ഇടയിലും നമുക്ക് ചുറ്റുവട്ടത്തും നമുക്ക് കാണുവാനും സാധിക്കും. ഈ ഒരു വാക്യം, 28 വാക്യം, അത് തൻ്റെ ജെറുസലേമിലേക്കുള്ള തൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ തുടക്കത്തെ വാക്യമാണ്. തൻ്റെ ഈ ലോക ജീവിതത്തിലെ അവസാനത്തെ ഒരാഴ്ചയ്ക്കായിട്ട് ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുകയാണ്. താൻ ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന തൻ്റെ കർത്തവ്യം, ആ കർത്തവ്യം വിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ നിർവഹിക്കുവാൻ വേണ്ടി ഈ ഒരാഴ്ചയിലേക്ക് അവൻ കടന്നു വരികയാണ്. നമുക്കറിയാം, ഈ ആഴ്ചയിൽ വരുവാനിരിക്കുന്ന വളരെ സംഭവബഹുലമായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരാഴ്ചയിലേക്കാണ് അവൻ നടന്ന് നീങ്ങുന്നത്. ദൈവമേ, അവൻ്റെ കൂടെ നമുക്കും അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ആ വഴിയിൽ നമുക്കുമായിരിക്കുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അവനെ പിൻചൊല്ലുന്ന ആ വലിയ ജനക്കൂട്ടത്തിൽ ഒരു വ്യക്തിയായി നമുക്കും അവന് പിൻചൊല്ലുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.